പൂജപ്പുര ജയിലിന്റെ ഭക്ഷണശാലയിൽ മോഷണം നടത്തിയ പ്രതിയെ തിരുവനന്തപുരത്തെത്തിച്ചു. പോത്തൻകോട് സ്വദേശി അബ്ദുൽ ഹാദിയെ തിരുവല്ലയിൽ നിന്നാണ് പിടികൂടിയത്. സിജോ വിജോൺ ചേർന്നുണ്ട്. സിജോ, തെളിവെടുപ്പാണോ ഇപ്പോൾ നടക്കുന്നത്? തെളിവെടുപ്പ് ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ഉച്ചയ്ക്കാണ് തിരുവല്ലയിൽ നിന്ന് ഇയാളെ പ്രതികൂടുന്ന അബ്ദുൽ ഹാദിനെ പിടികൂടുന്നത്. അതിനുശേഷം അയാളെ ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം നാളെയോടുകൂടിയൊക്കെയാണ് ഈ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ പ്രതിക്ക് മോഷണം നടത്തിയ ആൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു പൂജപ്പുര പോലീസ് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഭക്ഷണശാലയ്ക്ക് സമീപം ഉണ്ടായിരുന്ന CCTV ക്യാമറ അതൊന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആരാള് ഇത് മോഷണം നടത്തിയത് സംബന്ധിച്ച് വ്യക്തതയുണ്ടായിരുന്നില്ല. തുടർന്ന് ഇത്തരത്തിൽ ഇവിടെ ഈ ജയിലുമായി അടുത്ത ബന്ധമുള്ള ആളാണ് പണം മോഷ്ടിച്ചതെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇത് ഈ ഭക്ഷണശാലയുണ്ട്, ആ ഭക്ഷണശാലയുടെ പുറയിലത്തെ ഡോറ് കുത്തി തുറന്ന് അതിനകത്ത് കയറി താക്കോലെടുത്ത് അവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഓഫീസ് തുറന്ന് അവിടെ നിന്നാണ് 4 ലക്ഷം രൂപ മോഷ്ടിച്ചിരുന്നത്. അതുകൊണ്ട് കൃത്യമായി ഇതിനെക്കുറിച്ച് അറിവുള്ള ആളാണെന്നുള്ളത് വ്യക്തമായിരുന്നു. അങ്ങനെയാണ് ഒരു പട്ടിക തന്നെ തയ്യാറാക്കുന്നത്. അടുത്ത കാലത്ത് അവിടെ നിന്ന് ജയിലിൽ മോചിതരായിട്ടുള്ള ആളുകളുടെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു. പിന്നീട് അവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി. അപ്പോഴാണ് ഇയാൾ അബ്ദുൽ ഹാദി ഈ സ്ഥലത്ത് ഇല്ല എന്നുള്ളത് മനസ്സിലാകുന്നത്. അയാൾ ഒളിവിൽ പോയതാക്കുന്നുള്ള വിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. നാളെ ഇതിന്റെ തെളിവെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി.